എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കിഴങ്ങാണ് മധുരക്കിഴങ്ങ്. മറ്റുള്ള കിഴങ്ങുകളുടെ കൂടെ വേവിക്കുന്നതിനേക്കാളും നല്ലത് മധുരക്കിഴങ്ങ് മാത്രമായിട്ട് വേവിച്ച് കഴിക്കുന്നതാണ് കേട്ടോ. വെള്ളത്തിലിട്ട് വേവിക്കുന്നതിനേക്കാളും ആവിയിൽ വേവിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതാവുമ്പോൾ അതിനകത്തുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് അതുപോലെ തന്നെ കിട്ടും. ഞാനൊരു 2 എണ്ണം മാറ്റി വെച്ചതിൽ നിന്ന് വൃത്തിയാക്കി കഴുകി കഷ്ണങ്ങളാക്കി ആവിയിൽ വേവിച്ചെടുക്കാമെന്ന് കരുതി ആ സമയം കൊണ്ട് മുളക് ചമ്മന്തിയും റെഡിയാക്കാമെന്ന് വിചാരിച്ചു. മുളക് ചമ്മന്തിയേക്കാളും നല്ലത് മറ്റൊന്നുമില്ല കേട്ടോ. കുറച്ച് ചുവന്നുള്ളിയും 5-6 പച്ചമുളകും കാന്താരിമുളകും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇടികല്ലിൽ വെച്ചിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കണം. കുറച്ച് പുളിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡിയാട്ടോ. അപ്പോഴേക്കും ആവിയിൽ വേവിച്ച കിഴങ്ങും റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്താലും നല്ല പുട്ടുപോലെ തന്നെ വെന്ത് കിട്ടുവേ. വെള്ളം വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആവിയിൽ ഉപ്പ് കൊണ്ട് തന്നെ കിഴങ്ങ് വേവുമ്പം അതിനകത്ത് ഉപ്പ് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും ടെൻഷൻ വേണ്ട. ഇനി ഞാൻ ആ മുളകും കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചിട്ട് തരാം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ചായ കൂടി അടിപൊളിയാക്കി. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റ ബൈ ബൈ.